നമസ്കാരം. ഇന്ന് ഞാൻ വിവിധതരം എണ്ണകളെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷനായി ഏത് തരം എണ്ണയാണ് നല്ലത് പാചകത്തിന്, അതുപോലെ നമ്മൾ സാലഡിൽ ഉപയോഗിക്കുന്നത് ഏത് തരം എണ്ണയായിരിക്കും ഏറ്റവും നല്ലത്, നമ്മൾ ഡീപ് ഫ്രൈ എണ്ണയിലിട്ട് പൊരിക്കാൻ ഏത് തരം എണ്ണയാണ്, നമ്മൾ സാധാരണ കറികൾക്ക് ഏത് തരം എണ്ണയാണ്, ഇങ്ങനെയുള്ള വിവിധതരം സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പ്രേക്ഷകർ ചോദിക്കാറുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഒരു വീഡിയോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ സാധാരണയുള്ള പാചകത്തിന് ഏത് കൊള്ളാമെന്ന് നോക്കാം. അപ്പോൾ സാധാരണ പാചകം എന്ന് പറയുമ്പോൾ കടുക് വറുക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഏറ്റവും നമ്മുടെ നല്ലതെന്ന് പറയുന്നത് നമ്മളുടെ ആട്ടിയ വെളിച്ചെണ്ണ തന്നെയാണ്. പിന്നെ ആട്ടിയ വെളിച്ചെണ്ണ നിങ്ങൾക്ക് അഫോർഡബിലിറ്റി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് പൈസയുടെ പ്രശ്നമില്ല എങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ ഈസ് ദ ബെസ്റ്റ് വൺ, എല്ലാത്തിനും മുകളിലാണ്. കാരണം ഈ ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഉണക്ക തേങ്ങയിൽ നിന്ന് നമ്മൾ ആട്ടിയെടുക്കുന്നതാണ്, അതായത് ചക്കിലാട്ടിയെടുക്കുന്നതാണ്. അപ്പോൾ ഈ തേങ്ങ ഉണങ്ങും തോറും അതിനകത്തുള്ള സാച്ചുറേറ്റഡ് ഫാറ്റ്, അതായത് കൊഴുപ്പിൻ്റെ അംശം, സാച്ചുറേറ്റഡ് ഫാറ്റ് ശരീരത്തിന് നല്ലതാണെങ്കിലും അതിൻ്റെ അംശം വളരെ കൂടിക്കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലായിട്ടാണ് ഈ ആട്ടിയ വെളിച്ചെണ്ണയിലുള്ളതെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിൽ അതിൻ്റെ അളവ് നല്ല തുലോം കുറവാണ്. പകരം അതിനേക്കാൾ നല്ലത് മോണോസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണുള്ളത്, മീഡിയം ചെയിൻ ഫാറ്റി ആസിഡാണുള്ളത്. അപ്പോൾ അത് DHA എന്ന് പറയും. അത് നമ്മുടെ ശരീരത്തിന് ഏറെ ഗുണം ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ മൈക്രോഫ്ലോറ, ശരീരത്തിനകത്തുള്ള കുടലിനകത്തുള്ള നമ്മുടെ സൂക്ഷ്മാണുക്കളുടെ ഭക്ഷണമായി മാറാനും അത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുക ആട്ടിയ വെളിച്ചെണ്ണ. അതിന് പകരം നമ്മൾ ഈ വെജിറ്റബിൾ ഓയിൽ, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അടങ്ങിയ വെജിറ്റബിൾ ഓയിൽ ശരീരത്തിന് അത്ര ഗുണമല്ല. പ്രത്യേകിച്ചും ഡീപ് ഫ്രൈ എണ്ണയിലിട്ട് പൊരിക്കുന്ന ഒരു പാചകത്തിൽ ഒട്ടും നല്ലതല്ല. അതിന് പകരം നിങ്ങൾ വെളിച്ചെണ്ണ തന്നെ ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ പ്രധാനമായിട്ട് ഞാൻ വെളിച്ചെണ്ണ പറയുന്നെങ്കിലും അതിനോടൊപ്പം കിടപിടിക്കാവുന്ന 2-3 എണ്ണകളെ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അതിലൊന്നാണ് ഗ്രൗണ്ട് നട്ട്, നമ്മളുടെ കപ്പലണ്ടി എണ്ണ. പിന്നെ ഒരു കാര്യം പ്രധാനമായിട്ട് ഓർക്കുക, റിഫൈൻഡ് കപ്പലണ്ടി എണ്ണ മേടിക്കരുത്. അതായത് ഗ്രൗണ്ട് നട്ട് ഓയിൽ റിഫൈൻഡ് ആയിട്ടുള്ളത് മേടിക്കരുത്. ഇത് എനിക്ക് തോന്നുന്നത് കടല എണ്ണ, ഇത് ഫിൽറ്റേർഡാണ്. ഫിൽറ്റേർഡ് നല്ലതാണ്. അതായത് ഇവരുടെ ഇദ്ദേഹത്തിൻ്റെ ആണ്. ഞാനിത് പരസ്യമൊന്നുമല്ലേ, ദയവ് ചെയ്ത് അങ്ങനെ വിചാരിക്കരുത് കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഞാനൊരു പ്രാവശ്യം ഇത് തെറ്റി പറഞ്ഞായിരുന്നു. അപ്പോൾ അവരെന്നോട് വന്ന് പറയും, മാഡം ഞങ്ങൾ ഫിൽട്രേഷൻ പ്രോസസ്സിലാണ് എടുക്കുന്നത്, റിഫൈൻഡ് അല്ല. റിഫൈൻഡ് എന്ന് പറയുമ്പം സംസ്കരിച്ചെടുക്കുമ്പം 60 കെമിക്കൽ അതിൽ കടന്നു പോകും. ആ 60 കെമിക്കൽ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ ആകെപ്പാടെ നീരുവീക്കം എന്നൊക്കെ പറയത്തില്ല, എല്ലാവർക്കും ദേഹവേദന, നീരുവീക്കം, ഇവയൊക്കെ ഇൻഫ്ലമേറ്ററിയാണ്. നമ്മുടെ ഓരോ കോശങ്ങളിലും ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ ഫിൽറ്റർ ചെയ്തെടുക്കുന്ന എണ്ണയാണ് വേണ്ടത്. അപ്പം ഗ്രൗണ്ട് നട്ട് ഓയിൽ ഏറ്റവും എക്സലൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻ. ഇതിനകത്തും വളരെയധികം മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്, പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉണ്ട്. പക്ഷേ ഫിൽട്രേഷൻ പ്രോസസ്സിലായതുകൊണ്ട് ഇതിനകത്ത് ഉള്ള ഗുണങ്ങളെല്ലാം അതിനകത്ത് റീറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ്. ഇത് നമുക്ക് ഡീപ് ഫ്രൈക്ക് എടുക്കാവുന്നതാണ്, പ്രോബ്ലം ഒന്നുമില്ല, വളരെ നല്ലതാണ്. പിന്നെ മറ്റൊന്ന് കടുകെണ്ണ. കടുകെണ്ണയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരു ഗ്രൂപ്പ് എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്ന് ഞാൻ കടുകെണ്ണയും കൂടെ എടുത്തത്. ഈ കടുകെണ്ണയ്ക്ക് വാങ്ങുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്റ്റീം ഡിസ്റ്റിലേഷനിൽ എടുത്ത കടുകെണ്ണ ആയിരിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഇതുപോലെ നല്ല മഞ്ഞ കളർ, മഞ്ഞയല്ല, നല്ല ഗോൾഡൻ കളറായിരിക്കും. മറ്റേതിന് ഒരു ഡാർക്ക് കളറായിരിക്കും. അങ്ങനെ ഡാർക്ക് കളറായിട്ട് ഒരുവിധം അടഞ്ഞിരിക്കുന്ന ഒരു കളറിലുള്ള കടുകെണ്ണ മേടിക്കരുത്. നല്ല ക്വാളിറ്റി നോക്കി മേടിക്കണം. കാരണം ഇതിനകത്ത് 2 ടോക്സിൻസ് ഈ ഡാർക്കായിട്ടിരിക്കുന്നതിലുണ്ടാവും. അതെന്താണെന്ന് വെച്ചാൽ ഇറൂസിക് ആസിഡ്, അത് നമ്മുടെ ശരീരത്തിന് കേടുണ്ടാക്കുന്നതാണ്. ഐസോതയോസയനേറ്റ്, ഇങ്ങനെ 2 ടോക്സിൻസ് ഇതിനകത്ത് കടുകെണ്ണയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ ശ്രദ്ധിച്ച് ഇതില്ലാത്തത് നോക്കി വാങ്ങുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പിന്നെ ഈ കടുകെണ്ണയ്ക്ക് വളരെയധികം ഗുണങ്ങളുണ്ട്. ക്യാൻസറിനെ പ്രതിരോധിക്കാനും ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു റെസിപ്പി തന്നെ ഞാൻ പിന്നെ കാണിക്കാം. അപ്പോൾ തലമുടിയുടെ ആരോഗ്യത്തിനും അതുപോലെ സ്കിന്നിനും, അതുപോലെ ഇൻഫ്ലമേഷൻ,
മൊത്തത്തിൽ ഒരു വീക്കം, നമുക്ക് സന്ധിവേദന വരത്തില്ലേ, കാലിലൊക്കെ മുട്ടുവേദനയ്ക്ക് കടുകെണ്ണ ഇട്ട് ചൂടാക്കി പുരട്ടിക്കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നല്ല ഗുണങ്ങളുള്ള ഒരു സംഭവമാണ്. കടുകെണ്ണയും ഡീപ് ഫ്രൈക്ക് നല്ലതാണ്, പക്ഷേ ഫിൽറ്റേഡ് ആയിരിക്കണം. ഇതുപോലെ തന്നെ റിഫൈൻഡ് ആയിട്ടുള്ള കടുകെണ്ണ വാങ്ങിക്കാൻ പാടില്ല. അത് നമുക്ക് ഒട്ടും ശരീരത്തിന് ഗുണം ചെയ്യത്തുമില്ല. തലയിൽ പുരട്ടാനും ദേഹത്ത് പുരട്ടാനും ഉപയോഗിക്കുമ്പോൾ കടുകെണ്ണ ഒരു വെളിച്ചെണ്ണയുമായി മിക്സ് ചെയ്ത് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കടുകെണ്ണയുടെ ഗുണങ്ങൾ. അടുത്തത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിലിനെയാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. നേരത്തെ ഞാൻ കുക്കിങ്ങിൻ്റെ കാര്യം പറഞ്ഞെങ്കിലും വെർജിൻ കോക്കനട്ട് ഓയിലിന് മറ്റുള്ള വളരെയധികം ഗുണങ്ങളുണ്ട്. എപ്പോഴും നമ്മൾ പറയാറില്ലേ, സ്കിന്നുമായി ബന്ധപ്പെട്ട ഏത് അസുഖത്തിനും നമ്പർ 1 ആണ്. അതായത് എക്സീമ, അറ്റോപിക് ഡെർമറ്റൈറ്റിസ്, സോറിയാസിസ്, അതുപോലെ തന്നെ എന്താ പറയുക, അലർജിക് ഡെർമറ്റൈറ്റിസ്. ഇപ്പോൾ ഒരു ചൊറിച്ചിൽ വരട്ടെ, ഇതെടുത്ത് ലേശം മഞ്ഞൾപ്പൊടിയും ഒരു ശകലം മുരിങ്ങയിലയും ഇത്തിരി ഉപ്പും കൂടെ അരച്ചിട്ട് പുരട്ടിയാൽ നീര് വരെ കുറയാറുണ്ട്. ഞാൻ പലരോടും പറഞ്ഞു കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ലാടവൈദ്യനാണ് മാഡം എന്ന്, അല്ലേ? എന്നൊക്കെ പറയും, എനിക്കറിയാം. എങ്കിലും ഞാൻ വളരെ സിമ്പിളായിട്ട് അസുഖങ്ങളെ ചികിത്സിക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ഡോക്ടറാണ്. എല്ലാവർക്കും അഫോർഡബിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും നല്ലത് തന്നെയാണ്. പിന്നെ ഈ വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇപ്പം വെസ്റ്റേൺ കൺട്രീസിലും അൽഷിമേഴ്സിന്, പാർക്കിൻസൺസിന്, ഡിമെൻഷ്യയ്ക്ക് ആകെ ഒരു മരുന്നേ ഉള്ളൂ, ഈ വെർജിൻ കോക്കനട്ട് ഓയിലാണ് പുറം രാജ്യങ്ങളിലൊക്കെ കൊടുക്കുന്നത്. നമ്മളിവിടെ ഇതുവരെയായിട്ടും വെർജിൻ കോക്കനട്ട് ഓയിലിൻ്റെ പ്രസക്തി ആരും മനസ്സിലാക്കിയിട്ടില്ല. മറ്റുള്ള രാജ്യങ്ങളിലാണ് അത് ഇതിനകത്തുനിന്ന് മോണോലോറിൻ എന്ന് പറഞ്ഞൊരു ക്യാപ്സ്യൂൾ വരെ ഇറക്കുന്നുണ്ട്. അത് അബ്സല്യൂട്ട്ലി ഇമ്മ്യൂൺ ബൂസ്റ്ററാണ്, ഇമ്മ്യൂണിറ്റിയെ കറക്റ്റ് ചെയ്യുന്നതാണ്. അവിടെ ഹെൽത്ത് സ്റ്റോറുകളിൽ ഞാനിവിടെ നിന്ന് ഇതുപോലെ എഴുതി വിടുമ്പം, ഇപ്പം ഓൺലൈൻ കൺസൾട്ടേഷൻ ഉണ്ട് എനിക്ക് പുറത്തുനിന്നൊക്കെ. അപ്പോൾ അവരോട് ഞാനിങ്ങനെ ഈ മോണോലോറിൻ കിട്ടുമോ എന്ന് ചോദിച്ചപ്പം അവരെന്നോട് പറഞ്ഞ് ഞങ്ങളുടെ ഹെൽത്ത് സ്റ്റോറുകളിൽ ഇത് അവൈലബിൾ ആണ് മാഡം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വെർജിൻ കോക്കനട്ട് ഓയിൽ കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മോണോലോറിൻ കഴിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കും ഇതുപോലെ അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, ഡിമെൻഷ്യ എല്ലാത്തിനും മരുന്നായിട്ട് കൊടുക്കുന്ന ഒരു ഓയിലാണ് വെർജിൻ കോക്കനട്ട് ഓയിൽ എന്ന കാര്യം നിങ്ങൾ മറക്കണ്ട, ഏറ്റവും പ്രധാനമായിട്ട്. പിന്നെ ഇത് എല്ലാ ദിവസവും നമുക്ക് ശരീരത്തിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്കിൻ തന്നെ നന്നാവും. എന്താ കാര്യം എന്നറിയാമോ? നമ്മളുടെ സ്കിന്ന് കൊളസ്ട്രോൾ ഇട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, അത് നിങ്ങൾക്കറിയാമോ? അപ്പോൾ അവിടെ ഈ കൊളസ്ട്രോളിൻ്റെ ഒരു അനുപാതമുണ്ട്. അതായത് 1:4, നല്ലതും ചീത്തയുമായിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ അനുപാതം 1:4 ആണ്. അതായത് 1:4. ഞാൻ എപ്പോഴും പറയത്തില്ലേ, ഒരു ലിപ്പിഡ് പ്രൊഫൈൽ നിങ്ങൾ ചെയ്യുമ്പം അതിനകത്ത് ഒരു ഡിവിഷൻസ് ഇങ്ങോട്ട് വരും. നിങ്ങൾ കാണാറുണ്ടല്ലോ, ടോട്ടൽ കൊളസ്ട്രോൾ, അത് കഴിഞ്ഞിട്ട് വരുന്ന LDL, ലോ ഡെൻസിറ്റി ലൈപ്പോപ്രോട്ടീൻ. ആ സംഭവം ഇല്ലേ, അത് ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ബോഡി വേണ്ടത് തന്നെയാണ്. കൊളസ്ട്രോൾ ഈസ് ദ അബ്സല്യൂട്ട് ഇനഫ്, നമ്മുടെ ശരീരത്തിന് ഏറെ അത്യാവശ്യമായ ഒരു മാക്രോ ന്യൂട്രിയൻ്റ് തന്നെയാണ് കൊളസ്ട്രോൾ. അതുകൊണ്ടാണല്ലോ നമ്മുടെ ലിവറിൽ 1 ഗ്രാം മുതൽ 2 ഗ്രാം വരെ എല്ലാ ദിവസവും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇതിനകത്തുള്ള ഒരേ പ്രശ്നമെന്ന് പറഞ്ഞാൽ ട്രൈഗ്ലിസറൈഡും VLDLും, ഇത് രണ്ടും ഒരു ബാഡ് കൊളസ്ട്രോളാണ്. അത് എവിടെയും പറ്റിപ്പിടിക്കും. കാരണം അതിനകത്ത് ഈ കൊഴുപ്പിൻ്റെ അംശം കൂടുതലാണ്, പ്രോട്ടീൻ്റെ അംശം കുറവാണ്. ബാക്കി HDL, LDL വരെ കുറച്ച് കൂടുതൽ പ്രോട്ടീൻ്റെ അംശമുണ്ട്. അപ്പോൾ ഏറ്റവും പ്രധാനം HDL ആണ്. HDL എന്ന് പറയുന്ന സംഭവത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് പോകുന്ന ഒരു സംഭവമാണിത്. HDL ഇസ് ദ ഗുഡ് കൊളസ്ട്രോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ വെർജിൻ ഓയിൽ എല്ലാ ദിവസവും ഒരു 5 ml വെച്ചെങ്കിലും 3 നേരം കഴിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങൾക്ക്, പ്രത്യേകിച്ചും പ്രിമച്വർ ഇൻഫൻസ് ഇല്ലേ, ജനിച്ച് വരുമ്പം മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും നല്ല മരുന്നാണിത്. ഇത് ലേശം വീതം കൊടുത്താൽ അവരുടെ ബ്രെയിൻ പവർ വളരെ കൂടും, അതുപോലെ തന്നെ ഈ വളർച്ചയും നന്നായിട്ട് ത്വരിതപ്പെടും. അപ്പോൾ ഈ വെർജിൻ കോക്കനട്ട് ഓയിലിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയുമ്പോൾ എല്ലാവരും പറയും മാഡം അതിൻ്റെ അംബാസിഡറാണ്, ബ്രാൻഡ് അംബാസിഡറാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്ക് ആരെയും പരിചയവുമില്ല. എനിക്ക് ഈ ഒരു കമ്പനി എനിക്ക് വേണ്ടി മാത്രം തയ്യാറാക്കി തരുന്നതാണ്, അത്രയ്ക്ക് റിലയബിളായിട്ട് ഞാൻ വാങ്ങിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ ഈ കമ്പനി അവിടെ മാർക്കറ്റ് കിട്ടൂല. അപ്പോൾ അത് എൻ്റെ ഒരു റിസർച്ചിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് വെച്ചിട്ട് ഞാൻ എത്ര അസുഖങ്ങൾ മാറ്റുന്നതാണ്. ഇത് മാത്രമല്ല, ഇത് അസോസിയേറ്റഡ് ആയിട്ടുള്ള ഒത്തിരി നാച്ചുറൽ ഡയറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് വെച്ചിട്ട് ഞാൻ ഒത്തിരി, അതായത് ഭക്ഷണത്തിൽ നിന്നുള്ള മരുന്നുകൾ വെച്ചിട്ടാണ് മഞ്ഞളിൻ്റെ കുർക്കുമിൻ, ബ്ലാക്ക് സീഡ് ഓയിൽ, കരിഞ്ജീരകത്തിൻ്റെ ബ്ലാക്ക് സീഡ് ഓയിൽ, അതുപോലെ ഫൈബർ കണ്ടൻറ്റുള്ള
പ്രോഡക്ട്സ്, വീഗ്രാസ്, അങ്ങനെ ഒത്തിരി പ്രോഡക്ട്സ് ഇങ്ങനെയുള്ള നാച്ചുറലായിട്ട് നമ്മുടെ അടുക്കളയ്ക്കകത്തുള്ള ഭക്ഷണത്തിൽ നിന്നുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഈ ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു ഉദാഹരണം, 100 ഗ്രാം മഞ്ഞളിനകത്ത് നമുക്ക് കുർക്കുമിൻ കിട്ടുന്നത് 1 ഗ്രാം 2 ഗ്രാമാണ്. ആ ഒരു അതിനകത്തിരിക്കുന്ന പോഷകവും അതിൻ്റെ ഔഷധ മൂല്യവും പോഷകവും ഐസൊലേറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ്. ഈ ഔഷധ മൂല്യം ആണ് ഞാൻ പറയുന്ന ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അത് കുർക്കുമിനാണ്. മഞ്ഞളിൽ കുർക്കുമിനാണെങ്കിൽ കരിഞ്ജീരകത്തിൽ തൈമോക്യുനോൺ ആണ്. അപ്പോൾ ഇങ്ങനെ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് എടുക്കുമ്പോൾ നമ്മൾ അത് വലിയ അളവിൽ കഴിക്കണ്ട, ഈ ഗുളിക വിഴുങ്ങിയാൽ മതി. അപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആ ആൻറ്റി ഓക്സിഡൻറ്റ് നല്ല അളവിൽ കിട്ടുകയും ചെയ്യും. അതാണ് ഈ ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. ഡയറ്റ് നാച്ചുറൽസ് എന്നൊക്കെ പറയും. അത് എന്തുകൊണ്ടാണ് ഇത്ര അപ്രീഷ്യബിൾ ആവുന്നത്? നമ്മുടെ മനുഷ്യ ശരീരത്തിന് അത് നന്നായിട്ട് പ്രയോജനപ്പെടുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മനുഷ്യ ശരീരം പ്രകൃതിയിൽ നിന്ന് ഉരുത്തിരിഞ്ഞൊരു പ്രതിഭാസമാണ്. അപ്പം നമ്മൾ ഈ കെമിക്കൽ കണ്ടൻസ് കഴിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. അത് അങ്ങനെ തന്നെ മൂത്രത്തിലും മലത്തിലും പോകും. അതേസമയം നാച്ചുറലായിട്ടുള്ള ഡയറ്ററി സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഉപയോഗിക്കുമ്പോൾ അത് വളരെ സന്തോഷമാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിന്. അപ്പോൾ അതുപോലെ തന്നെ അത് അബ്സോർബ് ചെയ്യുകയും അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇത് ഒരുവിധം നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരുവിധം മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ശരീരത്തിൻ്റെ സ്കിന്നിനും അതുപോലെ നമ്മുടെ ഹെയറിനും കണ്ണിൻ്റെ റോഡ്സ് ആൻഡ് കോൺസ് അതൊക്കെ തന്നെ ഇതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കൊളസ്ട്രോളിട്ടാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്ക്, അത്രയ്ക്ക് വേണ്ട കാര്യമാണ് കൊളസ്ട്രോൾ. അപ്പോൾ അതിനെ പ്രതിക്കൂട്ടിക്കയറ്റി നിർത്തണം. ആലോചിക്കുക. ഇപ്പോഴും ഞാൻ ഇത് വീണ്ടും ഈ ഒരു ടോപ്പിക്ക് പറയുന്നത് എന്താണെന്നറിയാമോ? എന്നും ഒരു 5-10% ആൾക്കാർ കൊളസ്ട്രോൾ കൂടുതലാണ് എന്ന് പറഞ്ഞിട്ട് വിളിക്കാത്തവരില്ല. ആ ഒരു കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഓരോ വീഡിയോ ഇടുമ്പോഴും ഇത് വീണ്ടും പറയുന്ന അതാണ്. ദയവ് ചെയ്ത് കൊളസ്ട്രോളിനെ പ്രതിക്കൂട്ടിക്കയറ്റി നിർത്തരുത്. പിന്നെ യൂഷ്വലി ഒരു ഫെമിലിയൽ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഫെമിലിയൽ ഹൈപ്പർ കൊളസ്ട്രീമിയ, അതായത് ചിലർക്ക് ജന്മനാ തന്നെ. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും കൊളസ്ട്രോൾ. എൻ്റെ ഹസ്ബൻഡിന് എന്നെ മാരേജ് ചെയ്യുന്ന സമയത്ത് 400-450 ഞാൻ ഇതുവരെ ഒരു മരുന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് കൺട്രോൾ ചെയ്തിട്ട് ഈ വെർജിൻ ഓയിലും ഒക്കെ കൊടുത്തിട്ട് ഇപ്പോൾ 200 താഴെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ട്രൈഗ്ലിസറൈഡും VLDL നമ്മൾ കുറച്ച് വെക്കണം. അതിനെന്ത് ചെയ്യണം? HDL കൂട്ടണം. അതിനാണ് എക്സലൻ്റായിട്ട് വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ആ 1:4 എന്നുള്ള റേഷ്യോ കറക്റ്റായിട്ട് കിട്ടും. HDL കൂടുകയും ട്രൈഗ്ലിസറൈഡും VLDLും നന്നായിട്ട് കുറയുകയും ചെയ്യും. ഇത് 10 ml വെച്ച് 3 നേരം കഴിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമുക്ക് ആദ്യമൊക്കെ ചിലപ്പോൾ ഇത് ഒരു ചെറിയ വയറിന് ഒരു വേദനയൊക്കെ തോന്നും. ഓയിലല്ലേ? അപ്പോൾ നിങ്ങൾ എന്നും അത് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക. ഒരു 5 ml വെച്ച് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുക. വയറിളക്കമോ IBS ഉള്ളവരൊക്കെ ശ്രദ്ധിക്കണം. ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോമൊക്കെ ഉള്ളവർ ഇത് വാരി കുടിക്കരുത്. അതൊക്കെ എന്നോട് ചോദിച്ച് അല്ലെങ്കിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചിട്ടൊക്കെ ചെയ്യാവൂ. അല്ലാതെ ഉള്ളവർക്ക് 5 ml ഭക്ഷണത്തിൽ 3 നേരവും ചേർത്ത് കഴിച്ചിട്ട് അത് 10 ml ആയിട്ട് കൂട്ടാം. പിന്നെ വെയിറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ഒരു 70 കിലോയൊക്കെ ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഒരു 10 ml 3 നേരം കഴിക്കാം. പിന്നെ ഇത് വളരെയധികം അസുഖങ്ങൾക്കൊരു മരുന്ന് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ നമ്പർ 1 ആണ് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ്. തൈറോയിഡുമായിട്ട് ബന്ധപ്പെട്ട ഏത് പ്രശ്നങ്ങൾക്കും, ലിവറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, വയറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, തലച്ചോറുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക്, ന്യൂറോപ്പതിക്ക്, ഡയബറ്റീസിൻ്റെ, പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻസിന് നമ്പർ 1 ആണ്. എന്തിന് കൂടുതൽ പറയുന്നത്? വെരിക്കോസ് വെയിൻ വന്നിട്ട് ഉണങ്ങാതെ കിടക്കുന്ന പല പേഷ്യൻസിനും എനിക്കിവിടെ ഒരു ക്ലിനിക്കുണ്ട്. ആ ക്ലിനിക്കിൽ ഒത്തിരി ഇത് പറഞ്ഞ പോലെ ലോവർ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ ഒത്തിരി പേഷ്യൻസ് വരും. ഇത് കൂടുതലും മുറിവായിട്ടാണ്, ഉണങ്ങാതെ നോൺ ഹീലിംഗ് ആയിട്ടുള്ള അൾസർ. അവിടെയൊക്കെ എന്നെ രക്ഷിക്കുന്നത് ഈ വെർജിൻ ഓയിലാണ്. അതിനോടൊപ്പം ഒരു ക്ലോറോഫിൽ എന്ന് പറഞ്ഞൊരു വേറൊരു പച്ചമരുന്ന്, ഒരു ഇലയുടെ ഒരു ജ്യൂസുണ്ട്. ഇത് രണ്ടും ഞാൻ എത്തിരിച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഉണങ്ങാതെ കിടക്കും. പിന്നെ അവർക്ക് ഈ ഉള്ളിലും കുറച്ച് കഴിക്കാനായിട്ട് പറയും. ഒത്തിരി ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ കൂടിയും ചിലരൊക്കെ കഴിക്കും. പിന്നെ ചിലർ ആഹാരമൊക്കെ പറഞ്ഞു കൊടുത്ത് അതൊക്കെ കേട്ടിട്ട് ഒരുവിധം അത് ശരിയായിട്ട് മുന്നോട്ട് പോകും. മുറിവൊക്കെ ഉണക്കി വിടാനായിട്ട് സത്യം പറയാൻ എല്ലാം തന്നെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന് തന്നെ ഞാൻ പറയും. ഇതൊക്കെ എനിക്കും എൻ്റെ മുന്നിൽ ഇത് എത്തിച്ചു തരികയും അതിനോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ശീലമാക്കുക, കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചു പോവുക. ഈ പറഞ്ഞ പോലെ റിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് മാർക്കറ്റിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. റിഫൈൻഡ് വെജിറ്റബിൾ ഓയിൽസ് മാക്സിമം കുറയ്ക്കുക. അത് പ്രത്യേകിച്ചും ഡീപ് ഫ്രൈക്ക് ഒട്ടുമേ ഉപയോഗിക്കാതിരിക്കുക.
പിന്നെ മറ്റുള്ള ആഹാര രീതികൾ ഞാൻ എപ്പോഴും പറയും, ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ് ഒരു ലൈഫ് ടൈം ആയിട്ട് എടുക്കുക, ലൈഫ് ടൈം ഹാബിറ്റ് ആക്കുക. പക്ഷേ എന്ന് പറഞ്ഞിട്ട് അൺഹെൽത്തി ഫുഡ്സ് കഴിക്കരുതെന്നല്ല. നിങ്ങൾക്ക് കേക്ക് കഴിക്കാം, പായസം കഴിക്കാം, എല്ലാം കഴിക്കാം, വല്ലപ്പോഴും കഴിക്കുക. രോഗികൾ, അതായത് പ്രമേഹമുള്ളവരൊക്കെ ഇതൊക്കെ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക. മരുന്ന് കഴിക്കുന്നവരാണ് മരുന്നിൻ്റെ അളവ് ഇത്തിരി ലേശം കൂടെ കൂട്ടുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നന്നായിട്ട് ഉറങ്ങുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, ടെൻഷൻ വേണ്ട. അതിനുവേണ്ടി യു ഹാവ് ടു പ്രാക്ടീസ് യോഗ, മെഡിറ്റേഷൻ, ഡീപ്പ് റിലാക്സ്. ഇതെല്ലാം പലപ്പോഴും പറഞ്ഞതാണ്, റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ്. ഒരു പ്രിവെൻറ്റീവ് ഡയറ്റ് പ്ലാൻ അല്ലെങ്കിൽ ഒരു പ്രിവെൻറ്റീവ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു ഡോക്ടർ എന്ന നിലയിൽ എൻ്റെ ഒരു കടമയായിട്ട് ഞാൻ കാണുന്നത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം.